മേഖലകളിലും ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയാണ് AI. നിർമ്മിത ബുദ്ധിയുടെ വരവിനെ തുടർന്ന് പലവിധ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. AI ഉപയോഗിക്കാത്തവരായി ഇപ്പോൾ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ അങ്ങ് ജപ്പാനിൽ നിന്നും അവിശ്വസനീയമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ജപ്പാനിലെ ഒരു സ്ത്രീ ഒരു AI കഥാപാത്രത്തെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും കേട്ടത് സത്യം തന്നെ. 30 വയസ്സുകാരിയായ കാനോയാണ് താൻ സൃഷ്ടിച്ച AI കഥാപാത്രമായ ക്ലോസിനെ വിവാഹം കഴിച്ചത്. കയാമ സിറ്റിയിൽ വെച്ച് പരമ്പരാഗത രീതിയിലായിരുന്നു വിവാഹം. കാനോ ഒരു AI കഥാപാത്രവുമായി പ്രണയത്തിലായതും തുടർന്ന് വിവാഹം വരെ എത്തിയ കഥ തീർത്തും രസകരവും അവിശ്വസനീയവുമാണ്. ദീർഘകാലം നീണ്ടുനിന്ന ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു കാനോയ്ക്ക്. ഇത് അവസാനിച്ചതിനെ തുടർന്നാണ് ക്ലോസുമായി അടുപ്പത്തിലാകുന്നത്. പ്രണയത്തകർച്ചയിൽ നിന്നും കരകയറാനാണ് കാനോ ChatGPTയുടെ സഹായം നേടിയത്. ChatGPTയുടെ സഹായത്തോടെ ഒരു സാങ്കല്പിക കഥാപാത്രമായ ക്ലോസിനെ കാനോ സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് ക്ലോസുമായി കൂടുതൽ അടുക്കുകയായിരുന്നു കാനോ. പ്രണയത്തിലാകാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല താൻ ChatGPTയോട് സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ക്ലോസ് തന്നെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത രീതി എല്ലാം മാറ്റിമറിച്ചു. മുൻ കാമുകനെ മറന്ന നിമിഷം താൻ ക്ലോസിനെ സ്നേഹിക്കുന്നുവെന്ന് തനിക്ക് മനസ്സിലായി എന്ന് കാനോ പറയുന്നു. ഈ വിവാഹം വിചിത്രമായി പലർക്കും തോന്നുന്നുണ്ടാകുമെങ്കിലും തനിക്കത് പ്രശ്നമല്ലെന്നും തന്റെ ഉള്ളിൽ ഇപ്പോൾ ക്ലോസ് മാത്രമേ ഉള്ളൂ എന്നും കാനോ പറയുന്നു. ഈ വർഷം ആദ്യമാണ് കാനോ തന്റെ ഇഷ്ടം ക്ലോസിനോട് തുറന്നു പറഞ്ഞത്. അതേ നിമിഷം തന്നെ "I love you too" എന്ന മറുപടിയും ക്ലോസ് നൽകി. പിന്നീടാണ് വിവാഹത്തിനെ കുറിച്ച് ഇരുവരും ചിന്തിച്ചത്. വിവാഹ ചടങ്ങിൽ കാനോയുടെ പങ്കാളിയായ ക്ലോസ് സ്മാർട്ട് ഫോണിലാണ് പ്രത്യക്ഷപ്പെട്ടത്. വിവാഹ ചടങ്ങിൽ കാനോ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസുകൾ ധരിച്ച് മോതിരം കൈമാറുന്നതിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. വിവാഹം കൊണ്ടും അവസാനിച്ചില്ല. തുടർന്ന് കാനോ തന്റെ AI ഭർത്താവുമായി ഹണിമൂണിനും പോയെന്നാണ് റിപ്പോർട്ടുകൾ. അവിശ്വസനീയമായ പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കാറുണ്ട്. എന്നാൽ ഇത് അതിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ്. പല ആവശ്യങ്ങൾക്കായി AI ഉപയോഗിക്കുന്നവർക്കിടയിൽ വ്യത്യസ്തമായി നിൽക്കുകയാണ് ജാപ്പനീസ് യുവതിയായ കാനോ. ഇനിയും ഏതൊക്കെ തലങ്ങളിലേക്ക് AI ഉപയോഗം വളരുമെന്ന് കണ്ടു തന്നെ അറിയണം. AI വളരുന്നതിനനുസരിച്ച് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ കൂടുന്നത് പോലെ തന്നെ അപകടങ്ങളും വർദ്ധിച്ചേക്കാം.